ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ ഒപ്പമുണ്ടാകണം. ഓക്കെ, പോയാലോ? ഓക്കെ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ പരിശുദ്ധ അമ്മയ്ക്കായിട്ട് ഒരു ഗ്രോട്ടോ നിർമ്മിച്ചു. എൻ്റെ വീടിന് അനുഗ്രഹ എന്ന പേര് നൽകി എൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അതെൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. ഓക്കെ. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive. വല്ലാർപാടത്ത് പരിശുദ്ധമ്മയുടെ തീർത്ഥകേന്ദ്രത്തിലേക്കായിരുന്നു ഞങ്ങളെല്ലാവരും യാത്ര പുറപ്പെട്ടത്. ജെറിയും ജീനയും ഈപ്പനും ഫ്രാൻസിസ് സേവിയാറിൻ്റെ തീർത്ഥകേന്ദ്രമായ ഗോവയിലേക്കാണ് പോയത്. അതുകൊണ്ട് അവർ 3 പേരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വല്ലാർപാടത്ത് വന്നു, കാർ പാർക്ക് ചെയ്തു, ഒരു ഫോട്ടോയ്ക്കൊക്കെ ഫോക്കസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക്, അവിടെ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് കുറച്ച് സമയം ഞങ്ങൾ ചെലവഴിച്ചു.
വല്ലാർപാടം പള്ളിയുടെ ടവറിന് മുകളിൽ നിന്ന് ഉള്ള ഒരു കാഴ്ചയാണിത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കൊച്ചി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രകൃതിയുടെ ഭംഗി കാണാനായിട്ട് സാധിക്കും. ഒത്തിരി ഫ്ലാറ്റുകൾ കാണാനായിട്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇതിനു മുകളിൽ നിന്ന് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. Tonight, Cali breeze blowing, let the funk take the floor. Some so smooth, leave them shouting for more. Beach chair chilling, toes dug in the sand. With that bass line grooving, life feels so grand. Ayo, West Coast. ഈ യാത്ര നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഒത്തിരി കാഴ്ചകൾ ബോട്ടിലിരുന്നുകൊണ്ട് കാണാനായിട്ട് സാധിച്ചു. അറക്കൽ ബോട്ട് കടന്നു പോകുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കരയിലുള്ള ഒത്തിരി ബിൽഡിങ്ങുകൾ കാണാനായിട്ട് ഒത്തിരി ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഈ സ്ട്രീറ്റ് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ഫിലിമിൽ ദുൽഖറിൻ്റെ പടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് പരദേശി സിനഗോഗിലേക്കാണ്. അപ്പോൾ അവിടേക്കുള്ള ഇടുങ്ങിയ വഴി, നിറയെ കടകളും കച്ചവടക്കാരും, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പഴമയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്ട്രീറ്റ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിലും വിട്ട് ഒരുപാട് വ്യത്യാസം, ഒത്തിരി കടകളും കാര്യങ്ങളും. അപ്പോൾ ഇവിടേക്കാണ്, ഇതാണ് പരദേശി സിനഗോഗ്. ഇവിടേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അവരുടെ പള്ളി ഒത്തിരി കാലപ്പഴക്കമുള്ള പള്ളിയാണ്. ഒത്തിരി ചരിത്രമുറങ്ങുന്ന പഴമയുടെ ഒരു സ്ഥലം തന്നെയാണ് ഈ പരദേശി സിനഗോഗ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഈ സ്ഥലവും ഈ വാസ്കോ ഹോം സിറ്റിയും നിങ്ങൾക്ക് പലർക്കും മറക്കാൻ കഴിയാത്ത, മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫിലിം ചെയ്ത ബിഗ് ബി എന്ന ചിത്രത്തിലെ ആ സ്ട്രീറ്റാണിത്. അത് കാണാനാണ് ഞങ്ങൾ വന്നത്. ഉള്ളിലേക്ക് പ്രവേശനമൊന്നുമില്ല, പുറത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആ ബിഗ് ബിയുടെ ആ ഓർമ്മകളിലേക്ക് കുറച്ച് സമയം ഞങ്ങൾ സഞ്ചരിച്ചു. അപ്പോൾ ആ സ്ട്രീറ്റ് കണ്ടു, ആ ബിൽഡിങ് കണ്ടു. ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കത് കാണാനായിട്ടും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതിനുശേഷം ഞങ്ങൾ ചെറായി ബീച്ചിലേക്കാണ് പോയത്. അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു, അസ്തമയം കണ്ടു. പിന്നെ കുട്ടികളൊക്കെ കടലിലേക്ക് ഇറങ്ങി കുറച്ച് നേരം കാലൊക്കെ നനച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഞങ്ങളും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ കുറച്ച് സമയം
ജെറിയും ജീനയും നേരെ ഗോവയിലേക്കാണ് പോയത്. കാണുന്നത് ബസലിക്കയാണ്. അത് കാത്തീഡ്രൽ. Thank you. തിരക്കുകൾക്ക് ഇടയിലും എൻ്റെ സഹോദരിയുടെ ഓർമ്മകൾ എന്നെ കൊടകര ഔസപിതാവിൻ്റെ ദേവാലയത്തിലേക്ക് എത്തിച്ചു. ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ സഹോദരിയുമായുള്ള ഒത്തിരി ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. സഹോദരി ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി ജീവിതത്തിൽ അനുഗ്രഹം നേടുകയും ഒത്തിരി കാര്യങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കുകയും ചെയ്ത ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിറഞ്ഞ ദേവാലയം. ഇവിടെ പലർക്കിടയിലും ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ എൻ്റെ സഹോദരിയെ തേടി. എന്നാൽ എൻ്റെ സഹോദരി എന്നെ വിട്ടുപോയി എന്നുള്ള ഒരു വേദന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ കാനഡയിലായിരുന്നപ്പോഴാണ് സഹോദരിയുടെ വേർപാട്. അപ്പോൾ എനിക്ക് വിസയുടെ കാലാവധി തീർന്നുകൊണ്ട് സഹോദരിയുടെ വേർപാടിൽ അവിടെ എത്താനോ അതിൽ പങ്കെടുക്കാനോ ഒന്നും സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. സഹോദരി ഇവിടെയാണ് വിശ്രമം കൊള്ളുന്നത്. അവിടെ വന്ന് സഹോദരിയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങി. ഇനി എൻ്റെ സഹോദരി എൻ്റെ കൂടെ ഇല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പരിശുദ്ധമ്മയുടെയും തിരുഹൃദയത്തിൻ്റെയും വണക്കമാസം കാഴ്ച കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് കാലം കൂടാന്നൊക്കെ പറയും. അത് പഴമക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പുതിയ തലമുറയ്ക്ക് അത് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ ഓർമ്മയിൽ ആ സന്തോഷത്തിൽ എല്ലാവരും ഒത്തുചേർന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, നേർച്ചയൊക്കെ വിതരണം ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. ജീവിതത്തിലൊന്നും മറക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങൾ. ഇല്ലേ കത്തിച്ചോ? ഇത് കത്തി കത്തി ഇവിടെ അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോയിരിക്കോ? അത് കൊടുക്കും. ഇപ്പൊ കഴിയും. ഇവയ്ക്ക് വിളിക്കാതെ കഴിയും. Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body.
real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. I feel the heat bajo el sky. கண்ணில்லை என்றாலோ நிறம் பார்க்க முடியாதே, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாதே. குயிலிசை போதுமே, அட குயில் முகம் தேவையா, உணர்வதும் போதுமே, அதன் உருவம் தேவையா. கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீன்றுவிடும், கண்ணில் தோன்றால் காட்சி எல்லாம் கற்பனை தீர்ந்துவிடும். அட பாடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்றுக்கும் உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. உயிரொன்று இல்லாமல் உடலிங்கு நிலையாதே, உயிரென்ற பொருள் என்று அழைப்பாண்டு தெரியாது. வாழ்க்கையின் வேர்களோ மிக ரகசியமானது, ரகசியம் காண்பதே நம் அவசியமானது. தேடல் உள்ள உயிர்களுக்கே தினமும் பசி இருக்கும், தேடல் என்பது உள்ள வகை வாழ்வில் ருசி இருக்கும். அட பாடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்றுக்கும் உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ஒரு கானம் வருகையில் உள்ளம் கொள்ளை போகுதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லை. இந்த வாழ்க்கையில் ஒரு தேடல் தான், அதை தேடி தேடி தேடும் மனது தொலைகிறதே. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി യാത്രയും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.